Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Coloracals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. Glass Palace, MM Road, Pilattara. അന്നും ഇന്നും എന്നും. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന നിലപാടിലുറച്ച് കേരളം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കേരളം കത്തയച്ചു. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും വിജയമാവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ LDF. വികസന മുരടിപ്പുകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ. വികസനങ്ങളുടെ പട്ടികയുമായി BJP ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ നട്ടലില്ലാത്ത പാർട്ടിയായി CPM അധപതിച്ചുവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ചരിത്ര വിജയം നേടുമെന്നും KPCC വൈസ് പ്രസിഡന്റ് TC കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് കോടികളുടെ അഴിമതി നടത്തിയ പിണറായി സർക്കാർ നിയമം കയ്യിലെടുക്കുകയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ഉപ്പ് നഞ്ചുള്ള വെള്ളം കുടിച്ച് കൗവായി മഞ്ചക്കടവ് നിവാസികൾ. കൗവായി കായലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച മഞ്ചക്കടവ് അണക്കെട്ട് കാലപ്പഴക്കത്താൽ നശിച്ച നിലയിൽ. കൃഷിയടക്കം നിർത്തിവെച്ച് കർഷകർ പ്രതിഷേധത്തിൽ. കാലവർഷത്തിൽ തകർന്ന പയ്യന്നൂർ മണ്ഡലത്തിലെ 20 റോഡുകൾ നവീകരിക്കുന്നതിന് 10 ലക്ഷം രൂപ വീതം 2 കോടി രൂപയുടെ ഭരണാനുമതി. പരാതിക്കിടയാക്കിയ കാര്യം പരിഹരിച്ചുവെന്ന് പരാതിക്കാരന് ദേശീയപാത വിഭാഗത്തിന്റെ മറുപടി. സംഭവം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രവേശന കവാടവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ കേരള കാർഷിക സർവകലാശാലയുടെ പുതിയ പൗർണമി നെൽവിത്ത് ജില്ലയിൽ കൃഷിയിറക്കി. ആധുനിക അൾട്രാ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഫിൽട്രേഷൻ സാങ്കേതിക വിദ്യ നടപ്പാക്കി നിവേദ്യം ഗ്രൂപ്പിന്റെ പാക്ഡ് ഡ്രിങ്കിംഗ് നിർമ്മാണ യൂണിറ്റ് ചൂരലിൽ പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ LDF. വികസന മുരടിപ്പുകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ. കാണാം ജനവിധി 2020. ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും കണ്ണൂർ ജില്ലയിൽ ഇടതടവില്ലാതെ വിജയം നേടുന്ന ഇടതുകോട്ടകളിൽ ഒന്നാണ് പയ്യന്നൂർ. അതുകൊണ്ട് തന്നെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടി LDF മത്സരരംഗത്ത് സജീവമാകുമ്പോൾ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് വലതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 13-ൽ 10 ഡിവിഷനുകൾ നേടിയാണ് ഇടതുപക്ഷം ഭരണമുറപ്പിച്ചത്. കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗം കൂടി മുന്നണിയിലെത്തിയതോടെ ഏറെ ആത്മവിശ്വാസത്തോടെയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.
കഴിഞ്ഞ തവണ CPM-ലെ സി സത്യപാലനായിരുന്നു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇദ്ദേഹം CPM പെരിങ്ങോം ഏരിയ സെക്രട്ടറി ആയതോടെ CPM-ലെ MTP നൂറുദ്ദീൻ പ്രസിഡന്റായി. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഇടതുപക്ഷം പ്രചരണ രംഗത്ത് മേൽക്കൈ നേടിയെങ്കിലും മറുവിഭാഗവും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. NDAയും മത്സര രംഗത്തെത്തിയതോടെ പല ഡിവിഷനുകളിലും ത്രികോണ മത്സരമാണ് നടക്കുക. കരിവള്ളൂർ, പെരളം, ചൂരൽ, പാടിയോട്ടുചാൽ, പുളിങ്ങോം, പ്രാപ്പോയിൽ, പെരുന്തട്ട, വെള്ളോറ, മാതമംഗലം, കാങ്കോൽ, കുഞ്ഞിമംഗലം, കുന്നരു, രാമന്തള്ളി എന്നിവയാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ. ബ്ലോക്കിന് കീഴിൽ വരുന്ന പെരിങ്ങോം, വയക്കര, എരമംകുറ്റൂർ, കാങ്കോലാലപ്പടമ്പ്, കരിവള്ളൂർ, പെരളം, രാമന്തള്ളി, കുഞ്ഞിമംഗലം പഞ്ചായത്തുകൾ ഭരിക്കുന്നത് LDF ആണ്. ഇതിൽ രാമന്തള്ളിയിൽ മാത്രമാണ് ശക്തമായ പ്രതിപക്ഷമുള്ളത്. UDF-നുള്ളത് ചെറുപുഴ പഞ്ചായത്താണ്. CPM വിരുദ്ധ വോട്ടുകൾ മാറില്ലെന്ന വിശ്വാസത്തിലാണ് UDF. CPM സ്വാധീന മേഖലകൾ മാറ്റി നിർത്തിയാൽ മലയോര മേഖലകളിലെ ചിലയിടങ്ങളിൽ BJP സജീവമാണ്. അതുകൊണ്ട് തന്നെ ജയസാധ്യതയില്ലെങ്കിലും രണ്ടു മുന്നണികളുടെയും ജയപരാജയങ്ങളിൽ നിർണായക ഇടപെടൽ നടത്താൻ NDA വോട്ടുകൾക്ക് സാധിച്ചേക്കുമെന്നും കരുതേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ നട്ടലില്ലാത്ത പാർട്ടിയായി CPM അധപതിച്ചുവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ചരിത്രവിജയം നേടുമെന്നും KPCC വൈസ് പ്രസിഡന്റ് T. സിദ്ദിഖ്. വെങ്ങരയിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു T. സിദ്ദിഖ്. പ്രാഥമികമായി CPIM പരാജയം ഇവിടെ വിളംബരം ചെയ്തിരിക്കുകയാണ്. ഈ മാടായി CPIM-ന് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ളതായിരിക്കുന്ന നട്ടെല്ല് കാണിക്കാത്ത സ്ഥലം കേരളത്തിൽ നിരവധിയുണ്ട്. അതിൽ ഒന്നാണ് മാടായി, 2 കാസർഗോഡ്, 3 തൊടുപുഴ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ, സമാനമായിട്ടുള്ള സ്ഥലങ്ങൾ. ലഹരി വിൽപ്പനയുടെ ബിഗ് ബോസ് കേരളത്തിലെ CPM പാർട്ടി സെക്രട്ടറിയുടെ മകനാണെന്നും ഇക്കാലത്ത് കേരളത്തിൽ കോവിഡ് രോഗി പോലും ബലാത്സംഗം ചെയ്യപ്പെടുകയാണെന്നും LDF ഭരണം അഴിമതിയുടെ കേന്ദ്രമായി മാറിയെന്നും T. സിദ്ദിഖ് പറഞ്ഞു. ലഹരി മരുന്ന് വിൽപ്പനയുടെ ബിഗ് ബോസ് കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ. ഇതുപോലെ ഗൗരവതരമായിട്ടുള്ള അന്തരീക്ഷമുണ്ടായ ഒരു ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. സുധീർ വെങ്ങര അധ്യക്ഷത വഹിച്ചു. A. ലിജിത്ത്, KV രാമചന്ദ്രൻ, PP കരുണാകരൻ, നൌഷാദ് വാഴവളപ്പിൽ, മടപ്പള്ളി പ്രദീപൻ, KV ദിനേശ് ബാബു, KV നന്ദനൻ, സുധീഷ് വെള്ളച്ചാൽ, M. പവിത്രൻ, സ്ഥാനാർത്ഥികളായ മോഹനൻ കക്കോപ്രവൻ, പുഷ്പകുമാരി, PV ധനലക്ഷ്മി, ഷെമിന ഷാജി, AV സനൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. BJP ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. പുളിങ്ങോം ഭാഗമണ്ഡലം പാതയ്ക്ക് പകരമായി പയ്യന്നൂർ, പുളിങ്ങോം, കാനംവയൽ, മങ്കുണ്ടി എസ്റ്റേറ്റ്, കോറങ്കാല, ബാംഗ്ലൂർ പാത നടപ്പാക്കുമെന്നതാണ് പ്രധാന വാഗ്ദാനം. ചെറുപുഴ പോസ്റ്റ് ഓഫീസിന് സ്വന്തമായ കെട്ടിടം പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡുകളുടെ വികസനം, പരിസ്ഥിതി സൗഹൃദമായ ഇക്കോ ടൂറിസം പദ്ധതികൾ എന്നിവയും നടപ്പാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. BJP പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കരിവള്ളൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി CK രമേശൻ മാസ്റ്റർ, ST മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KK സുകുമാരൻ, രാജു ചുണ്ട, MV ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് കോടികളുടെ അഴിമതി നടത്തിയ പിണറായി സർക്കാർ നിയമം കയ്യിലെടുക്കുകയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. എരമംകുറ്റൂർ പഞ്ചായത്ത് UDF കുടുംബസംഗമം കുഴിക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് കോടികളുടെ അഴിമതി നടത്തിയ പിണറായി സർക്കാർ നിയമം കയ്യിലെടുക്കുകയാണെന്നും ലഹരിമുക്ത കേരളം എന്ന് പറഞ്ഞ് വോട്ട് നേടിയ സർക്കാരിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനെന്ന് ലഹരി കടത്തിന്റെ മുഖ്യപ്രതിയായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിച്ച് സ്വന്തം നേട്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. ലഹരിമുക്ത കേരളം ഉണ്ടാക്കാൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് KPAC ലളിതയെ ബ്രാൻഡ് അംബാസിഡറാക്കിയ കേരള ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ, നിങ്ങൾക്കറിയാമോ, കൊച്ചു കുട്ടികൾക്ക് മുട്ടായിക്കകത്ത് ബ്രൗൺ ഷുഗർ കലക്കി കൊടുത്ത് നമ്മുടെ ഭാവി ഭാഗതയും തീരുമാനിക്കേണ്ട കുഞ്ഞുങ്ങളെ മയക്കുമരുന്നിന്റെ അടിമകളാക്കുന്നു. അയാളുടെ കച്ചവടം ബ്രൗൺ ഷുഗർ, ഗഞ്ചാവ്, ചരസ്, കൊക്കൈൻ, എല്ലാം മയക്കുമരുന്ന്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയൊരു ഭരണമാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ടങ്ങോൽ കുഞ്ഞിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാജു ആന്റണി, NV മധുസൂദനൻ, ശ്രീധരൻ ആലന്തട്ട, ആൻസി മാത്യു തുണ്ടയിൽ, മൗറൂഫ് അഞ്ചിലത്ത്, KM രാഘവൻ, സുനിത കുമാരി, NP വാസുദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര.
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 6ാം വാർഡ് വനിതാ കൺവെൻഷൻ പുത്തൂർ പുന്നക്കോടൻ കലാസമിതിയിൽ നടന്നു. ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം സുജിത് കൊടക്കാട് ഉദ്ഘാടനം ചെയ്തു. നാടിനകത്ത് ഓരോ വീടുകളിലും കയറി ചെന്നുകൊണ്ട് കോവിഡ് പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കെല്ലാം അറിയാം. ആ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കൺവെൻഷനിൽ TV ശ്യാമള അധ്യക്ഷത വഹിച്ചു. AIDWA വില്ലേജ് സെക്രട്ടറി സുജ PV സ്വാഗതം ആശംസിച്ചു. PP സുരേന്ദ്രൻ, V ഷിബു എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി BV റോഡിൽ നിന്ന് മയക്കുമരുന്ന് ശേഖരം പിടികൂടി. BV റോഡിന് സമീപത്ത് SP ജംഷീദിന്റെ വീട്ടിൽ നിന്നുമാണ് കണ്ണൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുജിത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് പിടികൂടിയത്. വിപണിയിൽ 5 ലക്ഷം രൂപ വില വരുന്ന മാരക മയക്കുമരുന്നുകളായ 45.39 ഗ്രാം MDMA, 42.28 ഗ്രാം ചരസ്, 20 ഗ്രാം കഞ്ചാവ്, 10.55 ഗ്രാം കൊക്കൈൻ എന്ന് സംശയിക്കുന്ന മാരകമായ മയക്കുമരുന്നുകളാണ് പിടികൂടിയത്. തളിപ്പറമ്പ്, മാടായി, പഴയങ്ങാടി, മാട്ടൂൽ, മുട്ടം എന്നിവിടങ്ങളിലേക്ക് മൊത്തമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നയാളാണ് പ്രതിയെന്ന് സംശയിക്കുന്നു. വളരെ മാരകമായ മയക്കുമരുന്ന് ബാംഗ്ലൂർ, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ച് ചെറുകിട മയക്കുമരുന്ന് വിൽപ്പനക്കാർ വഴി ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത്. പരിശോധനയ്ക്കെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെയും എക്സൈസ് വാഹനത്തെയും തന്റെ കാർ ഉപയോഗിച്ച് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ച പ്രതി ജംഷീദ് കടന്നുകളഞ്ഞതിനെ തുടർന്ന് വീട് പരിശോധിക്കുകയായിരുന്നു. എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡിലെ അംഗങ്ങളായ തളിപ്പറമ്പ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ്, സിവിൽ എക്സൈസ് ഓഫീസർ രജിരാഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. പ്രിവന്റീവ് ഓഫീസർ VC ഉണ്ണികൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിഷാദ്, ഗണേഷ് ബാബു, ശ്യാംരാജ്, വനിതാ CEO ഷൈന എന്നിവർ അടങ്ങിയ എക്സൈസ് സംഘമാണ് മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോവിഡ് രോഗിയെ കൂട്ടാൻ പോയ 108 ആംബുലൻസ് ഡ്രൈവറെയും നഴ്സിനെയും ഒരു സംഘം തടഞ്ഞ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതായി പരാതി. കുറ്റൂർ കൂവപ്പയിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി കേന്ദ്രമായി സർവീസ് നടത്തുന്ന 108 ആംബുലൻസ് ഡ്രൈവർ ഡെനിൽ സുരേഷ്, കൂടെയുണ്ടായിരുന്ന നഴ്സ് ഡെറിൻ എന്നിവരെയാണ് 5 അംഗ സംഘം തടഞ്ഞുവെച്ചത്. കായപ്പൊയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ കോവിഡ് രോഗികളെ മുണ്ടയാടുള്ള FLTCയിലേക്ക് മാറ്റുന്നതിനായി പോയ ആംബുലൻസിന് സുവിശേഷപുരത്ത് വെച്ച് വഴിതെറ്റുകയായിരുന്നു. ഇവിടെ നിന്ന് യാതൊരു പ്രകോപനവും കൂടാതെ ഒരു സംഘം ഡ്രൈവർ ഡെനിലിനെ കയ്യേറ്റം ചെയ്യുകയും കൂടെയുണ്ടായിരുന്ന നഴ്സ് ഡെറിനെ അസഭ്യം പറയുകയുമായിരുന്നു. തുടർന്ന് കുറ്റൂർ കൂവപ്പൊയിൽ വെച്ച് ആംബുലൻസ് പിന്തുടരുകയും വാഹനം തടഞ്ഞുവെക്കുകയും ചെയ്തു. സംഭവമറിഞ്ഞ് കുറ്റൂർ കൂവപ്പൊയിൽ പെരിങ്ങോം പോലീസ് എത്തിച്ചേരുകയും ആരോഗ്യ പ്രവർത്തകരെ മോചിപ്പിക്കുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. കോവിഡ് രോഗികളെ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം ഇരുവരും പെരിങ്ങോം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. സംഭവത്തിൽ പാണപ്പുഴ സ്വദേശികളായ PV രാഹുൽ, M ജിതേഷ്, കാനായ് സ്വദേശികളായ രഞ്ജിത്ത്, സൂരജ്, കണ്ണാടിപ്പൊയിൽ സ്വദേശി വിജേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ഉപ്പുനഞ്ചുള്ള വെള്ളം കുടിച്ച് മടുത്തവരാണ് കൗവായി മഞ്ചക്കടവ് നിവാസികൾ. കൗവായി കായലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച മഞ്ചക്കടവ് അണക്കെട്ട് കാലപ്പഴക്കത്താൽ നശിച്ചത് കാരണം കൃഷിയടക്കം നിർത്തിവെച്ചിരിക്കുകയാണ് ഇവിടുത്തുകാർ. തങ്ങളുടെ ആവശ്യം നിറവേറ്റാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധത്തിലാണ് മഞ്ചക്കടവ് നിവാസികൾ. പയ്യന്നൂർ നഗരസഭയിലെ കൗവായി പ്രദേശത്തെ മഞ്ചക്കടവ് നിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു മഞ്ചക്കടവ് അണക്കെട്ടിലൂടെ ഉപ്പുവെള്ളം കയറുന്നത് തടയുക എന്നത്. കാലങ്ങളായി ഉപ്പുരുചിയുള്ള വെള്ളം കുടിച്ചു മടുത്ത ഇവർ ഇതിനൊരു അറുതി വരുത്താൻ അധികാരികളോട് നിരന്തരം ആവശ്യപ്പെട്ടുവെങ്കിലും ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. 60 വർഷത്തോളം പഴക്കമുള്ള അണക്കെട്ടാണ് കൗവായി മഞ്ചക്കടവ് അണക്കെട്ട്. ഇതിന് ബ്രിട്ടീഷ് ഭരണകാലത്തോളം പഴക്കമുണ്ടെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. സായിപ്പന്മാർ ആക്കിയതാണ്. അതിൻ്റെ ശേഷം ഇത് ഒരു മിന്നിപ്പണിയെടുത്തല്ലാണ്ട് അതിന് തിരിഞ്ഞു പറഞ്ഞു നോക്കാൻ നമ്മളെ ഭരണകൂടം ആരും ഇല്ല, തയ്യാറില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ അണക്കെട്ട് കൊണ്ട് ഈ ഉപ്പ് വെള്ളം കയറിക്കഴിഞ്ഞാൽ എത്രയോ നൂറുകണക്കിന് വീട്ടുകാർ ഉപ്പിൻ്റെ രുചി കൊണ്ട് വെള്ളം കുടിക്കുകയാണ്. പോരാന്ന് പള്ളിക്ക് വരെ ഇത് വലിയ ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് തിരിഞ്ഞു പറഞ്ഞു ഇതിന് അടിയന്തരമായിട്ട് ഈ പലകിട്ടിട്ട് ഈ ഉപ്പ് വെള്ളം കയറുന്നത് നിർത്തണം. പോരാതെന്ന് പറഞ്ഞാൽ എത്രയോ വീടുണ്ട് ഇവിടെ,
100കണക്കിന് വീടുണ്ട്. ഈ വീട് ഒറ്റപ്പെട്ടിട്ടുള്ളത്. കാരണം തീരദേശ റോഡെന്ന് പറഞ്ഞിട്ടില്ല. കൗവായി കായൽ എന്ന് പറഞ്ഞാൽ വേൾഡ് അറിയപ്പെടുന്ന ഒരു കായലാണ്. ഇന്ത്യ വേണ്ടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൗവായി ഒറ്റപ്പെട്ട സ്ഥലം ഈ ഒരു പാവം പിന്നെ ഒരു ഒറ്റപ്പെട്ട് നിർത്തൽ ശരിയല്ല. ചെറിയ മിനുക്കുപണികൾ നടത്തിയതല്ലാതെ ഇത് പുതുക്കി പണിയണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം അധികൃതർ ഇതുവരെയായിട്ടും ചെവികൊണ്ടിട്ടില്ല. അണക്കെട്ടിന് പലകയിട്ടാൽ ഉപ്പുവെള്ളം കയറുന്നതിന് അറുതിയുണ്ടാകുമെന്നും അത് കൃഷി ചെയ്യാൻ ഉപകരിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. ഇവിടുത്തെ ഇപ്പം വാർഡ് കൗൺസിലർ അടക്കം അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിലനിർത്തുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു പലകയിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇവിടെ നല്ല വെള്ളം കെട്ടിക്കും. കൃഷീൻ്റെ ആവശ്യത്തിനും എല്ലാം നല്ല ഒരു വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷി വരെ നശിച്ചിട്ടുള്ളൂ. അണക്കെട്ടിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുവെങ്കിലും അതും നിർജീവാവസ്ഥയിലാണ്. കാലപ്പഴക്കത്താൽ കോൺക്രീറ്റുകൾ ദ്രവിച്ച് കമ്പികൾ പുറന്തള്ളിയ നിലയിലാണ് അണക്കെട്ടുള്ളത്. കൗവായിക്കായലിന്റെ തീരമായ ഇവിടം ടൂറിസം സംരംഭങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും വികസനം എത്താത്തത് കാരണം അതും മുടങ്ങിക്കിടക്കുകയാണ്. തീരദേശ ഹൈവേ വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടെത്തുകാർ. കൗവായിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഇടമാണ് മഞ്ചക്കടവ്. മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണിയും ഇവിടെത്തുകാർ നേരിടേണ്ടി വരാറുണ്ട്. 100 കണക്കിന് പേർ താമസിക്കുന്ന ഈ പ്രദേശത്ത് ശുദ്ധജലം കിട്ടാക്കനിയാണ്. കാലങ്ങളായി ഉപ്പുനഞ്ച് കലർന്ന വെള്ളമാണ് ഇവിടത്തുകാർ ഉപയോഗിക്കുന്നത്. കൗവായി കായലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി മഞ്ചക്കടവ് അണക്കെട്ട് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉപ്പുവെള്ളം കയറി കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലായി ജനങ്ങളുള്ളത്. ബഹുമാനപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്ന് നാട്ടുകാരെന്ന രീതിയിൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അധികാരികളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഏതെങ്കിലും പ്രദേശങ്ങളിൽ വികസനമെത്തിയില്ലെങ്കിൽ അത് ഭരണപരാജയം തന്നെയാണ്. കാലങ്ങളായുള്ള ജനങ്ങളുടെ മുറവിളി ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമില്ലായ്മയുമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരാതിക്കിടയാക്കിയ കാര്യം പരിഹരിച്ചുവെന്ന് പരാതിക്കാരന് ദേശീയപാത വിഭാഗത്തിന്റെ മറുപടി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രവേശന കവാടവുമായി ബന്ധപ്പെട്ട് ചെമ്പ്രക്കാനം സ്വദേശി നൽകിയ പരാതിയിലാണ് നടപടി സ്വീകരിക്കാതെ പ്രശ്നം പരിഹരിച്ചുവെന്ന് വിവരാവകാശം ലഭിച്ചത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ അപകടം തുടർക്കഥയാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പിലാത്ര ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെയും കവാടത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന വാഹനങ്ങളുടെയും പരസ്പര കാഴ്ച മറയ്ക്കുന്നതാണ്. KSEB ഇലക്ട്രിക് പോസ്റ്റ് അടങ്ങിയ മണൽത്തിട്ടയാണ് കാഴ്ച മറക്കുന്നതിന്റെ പ്രധാന കാരണം. ഇത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേശീയപാത വിഭാഗത്തിന് ചെമ്പ്രകാനത്തെ MV ശില്പരാജ് പരാതി നൽകിയിരുന്നു. നൽകിയ പരാതിയിൽ ഇതുവരെയായി നടപടി ഉണ്ടായിട്ടില്ലെങ്കിലും ഈ വിഷയം പരിഹരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് KSTPക്ക് ലഭിച്ചതായി രേഖാമൂലം കഴിഞ്ഞ ദിവസമാണ് ശില്പരാജിന് കത്ത് ലഭിച്ചത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ പരിയാരത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പ്രധാന കവാടത്തിൻ്റെ ഭാഗത്തു നിന്നും പിലാത്ര ഭാഗത്തേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾക്കും പിലാത്ര ഭാഗത്തു നിന്ന് കയറുന്ന വാഹനങ്ങൾക്കും പരസ്പരം കാണാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ആയത് അപകടം സൃഷ്ടിച്ച് വരുത്തേക്കാവുന്നതാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി PWD വകുപ്പിന് 26/6/2019 ഞാൻ പരാതി കൊടുത്തിരുന്നു. എന്നാൽ നാളിതുവരെ പരിഹാരമൊന്നും കൊണ്ടിട്ടില്ല. എന്നാൽ വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച മറുപടിയിൽ ഇത് പരാതി പരിഹരിച്ച് സർക്കാർ രേഖയിൽ വന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇത് വാസ്തവവിരുദ്ധമാണ്. ഇന്നേവരെയായിട്ട് ഈ ഒരു പരാതി പരിഹരിച്ചിട്ടില്ല. ഇലക്ട്രിക് പോസ്റ്റോട് കൂടിയ മണൽത്തിട്ട ഇതുവരെയായും നീക്കം ചെയ്തിട്ടില്ല. നീക്കം ചെയ്യാതെ നീക്കം ചെയ്തതായി മറുപടി നൽകിയതിനെതിരെ ഉന്നതങ്ങളിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ശില്പരാജ്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ കേരള കാർഷിക സർവകലാശാലയുടെ പുതിയ നെൽവിത്ത് ജില്ലയിൽ കൃഷിയിറക്കി. 120 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന പൗർണമി വിത്താണ് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പാടശേഖരങ്ങളിലൊന്നായ അതിയടം വയലിൽ കൃഷി ചെയ്യുന്നത്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ വിത്ത് രോഗപ്രതിരോധത്തിനും ഉൽപാദനക്ഷമത കൂടുതലുള്ളതുമാണ്. കർഷകർക്ക് ഒരേ വിത്ത് തന്നെ ഉപയോഗിക്കുന്ന ആവർത്തന രീതി ഒഴിവാക്കുവാനും സാധിക്കും. ചാഞ്ഞു വീഴാത്ത ഇനവുമാണ്. നല്ല വളർച്ചയുള്ളതിനാൽ കൂടുതൽ വൈക്കോൽ കിട്ടുന്നതുകൊണ്ട് ക്ഷീരകർഷകർക്കും ഏറെ ഗുണകരമാണ്. രണ്ടാം വിളയ്ക്കാണ് കൂടുതൽ അനുയോജ്യം.
നല്ല ചുവന്ന നിറത്തിലുള്ള അരി ഏറെ രുചികരവുമാണ്. ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻനിര പ്രദർശനത്തിന്റെ ഭാഗമായി ചെറുതാഴം, മയ്യിൽ, മുയ്യം, മാലൂർ, മലപ്പട്ടം പ്രദേശങ്ങളിൽ കൃഷി ആരംഭിച്ചു. ശാസ്ത്രീയമായ രീതിയിൽ ഞാറ്റടികൾ തയ്യാറാക്കിയാണ് കൃഷി ചെയ്യുന്നത്. അത്യുൽപാദന ശേഷിയിലെ നെൽവിത്ത് അതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ണൂർ നമ്മളെ അതിയിടം വയലിൽ ആദ്യമായിട്ടാണ് ഈ പൗർണമി വിത്ത് പരീക്ഷിക്കുന്നതല്ല, മുമ്പ് ഒരു പരീക്ഷിച്ച അതിൻ്റെ ഭാഗമായിട്ടുള്ള റിസൾട്ട് അനുസരിച്ചിട്ടാണ് നമുക്കിത് നമ്മളെ കൃഷി വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ജയരാജ് സാറും അതുപോലെ അഗ്രോണോമിസ്റ്റ് അനു മേഡം അവരൊക്കെ മുൻകൈ എടുത്തിട്ടാണ് ഈ വിത്ത് നമുക്ക് സംഘടിപ്പിച്ച് തന്നിട്ടുള്ളത്. ഒരു 250 കിലോ വിത്ത്, അതിൽ 150 കിലോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ആ വിത്ത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഹെക്ടറിന് 7.5 ടൺ വരെ നെല്ല് ലഭിക്കും. പങ്കാളിത്ത നെല്ലുൽപാദന രീതിയിൽ പൗർണമി നെൽവിത്ത് കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കൃഷി വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി ജയരാജ് പറഞ്ഞു. ഒരു 10 ഏക്കറോളം കൃഷി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല വളർച്ചയുണ്ടാവും, നല്ല മേനിയുണ്ടാവും. അതുപോലെ അരി നല്ല ചുവന്ന അരി, അതുപോലെ ഇത് പിന്നെ കാറ്റിനോ ഇങ്ങനെ കുഴഞ്ഞ് വീഴില്ല. അപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞാൽ വീണിട്ട് അടിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. നിവേദ്യം ഗ്രൂപ്പിന്റെ പാക്ഡ് ഡ്രിങ്കിംഗ് നിർമ്മാണ യൂണിറ്റ് തവിടിശ്ശേരി ചൂരലിൽ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ AKG ആശുപത്രി പ്രസിഡന്റ് TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്ത നിർമ്മാണ യൂണിറ്റിൽ വെള്ളം വിവിധ തരത്തിലുള്ള ആധുനിക അൾട്രാ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഫിൽട്രേഷൻ സാങ്കേതിക വിദ്യയിലൂടെയാണ് ശുദ്ധീകരിക്കുന്നത്. നിവേദ്യം ഗ്രൂപ്പിന്റെ പാക്ഡ് ഡ്രിങ്കിംഗ് നിർമ്മാണ യൂണിറ്റ് TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഏവർക്കും സ്വീകാര്യമാവുന്ന നിലയിൽ ജനങ്ങൾക്ക് ഗുണപരമാവുകയും നാടിന് മാതൃകയാവുകയും ചെയ്യുന്ന നിലയിലുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ്, വലിയ സംരംഭമാണ് ഇവിടെ ഇന്ന് നിവേദ്യം ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ ഹൈ ക്വാളിറ്റിയോടുകൂടി വ്യത്യസ്ത ബ്രാൻഡുകളിലായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല വെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരമൊരു വലിയ സംരംഭം എന്ന് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. നിവേദ്യം ഗ്രൂപ്പ് ഉടമ രജീഷ് പട്ടുവൻ സ്വാഗതം ആശംസിച്ചു. ആസ്റ്റർ മിംസ് ഗ്രൂപ്പ് അംഗം അബ്ദുൽ ഗഫാർ നന്ദി പറഞ്ഞു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MB സുനിൽകുമാർ, P കമലാക്ഷൻ, വ്യാപാരി വ്യവസായി ചൂരൽ യൂണിറ്റ് പ്രസിഡന്റ് P രഘുനാഥൻ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ആദ്യ വിൽപ്പന C സത്യപാലനിൽ നിന്നും P കമലാക്ഷൻ ഏറ്റുവാങ്ങി നിർവഹിച്ചു. PP സിദിൻ, അജേഷ് K, P രാജീവൻ, പ്രകാശൻ P എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്ത നിർമ്മാണ യൂണിറ്റിൽ വെള്ളം വിവിധ തരത്തിലുള്ള ആധുനിക അൾട്രാ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഫിൽട്രേഷൻ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യയിലൂടെ ശുദ്ധീകരിക്കുകയും ഹൈജീനിക് മെഷീനറീസ് ഉപയോഗിച്ച് കൈകൾ തൊടാതെ പാക്കിംഗും ചെയ്യുന്നു. ശുദ്ധീകരിച്ച വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി പ്രത്യേക ലാബും സജ്ജീകരിച്ചിട്ടുണ്ട്. പാക്ഡ് ഡ്രിങ്കിംഗ് നിർമ്മാണ യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിദേശ നിർമ്മിത മെഷീൻ ടെക്നോളജിയിൽ അതിനൂതന സാങ്കേതിക തികവോടെയാണ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. ഡിസംബർ 10-ാം തീയതിയോടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുമെന്ന് യൂണിറ്റ് ഉടമ രജീഷ് പട്ടുവൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഴിഞ്ഞ കാലവർഷത്തിൽ തകർന്ന പയ്യന്നൂർ മണ്ഡലത്തിലെ 20 റോഡുകൾ നവീകരിക്കുന്നതിന് ഭരണാനുമതിയായി.
20 റോഡുകൾക്ക് 10 ലക്ഷം രൂപ വീതം 2 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ആയിട്ടുള്ളത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ കരിങ്കുഴി ഒഴികവയൽ റോഡ്, കാങ്കോൽ സബ്സ്റ്റേഷൻ റോഡ്, വടവന്തൂർ വായിക്കാട് റോഡ്, പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ സ്വാമിമഠം മണിയറ റോഡ്, പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങോം കരക്കാട് റോഡ്, വയക്കര വാച്ചാൽ കൊമ്പരക്കല്ല് കോളനി റോഡ്, തവിടിശ്ശേരിക്കാവ് വട്ടപ്പൊയിൽ റോഡ്, ചൂരൽ തവിടിശ്ശേരി രാമപുരം റോഡ്, കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ കൊഴുമൽ LP സ്കൂൾ മാലാപ്പ് ശ്മശാനം റോഡ്, MLA റോഡ്, നാറോത്തമ്പലം കോട്ടക്കുന്ന് റോഡ്, നാഷണൽ ഹൈവേ മയ്യിൽവളപ്പ് റോഡ്, മൂകാംബിക ചെറുമൂല റോഡ്, ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രാപ്പോയിൽ കൊളത്തുവായ് റോഡ്, പാറോത്തുംനീർ മൂന്നാം പിലാവ് ഭൂതാനം റോഡ്, ജോസ്ഗിരി താബോർ റോഡ്, എടവരമ്പ് കുമ്പൻകുന്ന് താബോർ റോഡ്, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മാതമംഗലം ടൗൺ NSS റോഡ്, കുറ്റൂർ സ്കൂൾ രാമൻകല്ല് റോഡ്, പെരുമ്പടവ് കരിപ്പാൽ കോലാർതൊട്ടി റോഡ്, പുനിയൻകോട് റോഡ് എന്നീ 20 റോഡുകൾക്കാണ് ഫണ്ട് പാസ്സായി ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മുഖ്യമന്ത്രി എല്ലാ വൈകുന്നേരങ്ങളിലും ബഡായ് ബംഗ്ലാവിലൂടെ ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കാണ് ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്തപ്പോൾ ജാഗ്രത കുറവുണ്ടായതെന്നും വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ ജാഗ്രതാക്കുറവ് തിരുത്തി UDF-നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കുമെന്നും KPCC വൈസ് പ്രസിഡന്റ് T. സിദ്ദിഖ്. കുഞ്ഞിമംഗലം മണ്ഡലം 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച KV മോഹനന്റെ 21ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു T. സിദ്ദിഖ്. അതിമനോഹരമായിട്ടുള്ള നായകത്വം വഹിച്ചുകൊണ്ടാണ് ശ്രീ മോഹനൻ നമ്മെ വിട്ടകന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം സംഘടനാപരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ അത് ഇടതടവില്ലാതെ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതിൽ ആ ഉത്തരവാദിത്ത കർമ്മശേഷി പ്രകടിപ്പിക്കുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാം ശരിയാകും എന്ന് പ്രഖ്യാപിച്ചപ്പോ അത് വിശ്വസിച്ചതായിരിക്കുന്ന ജനതയ്ക്കാണ് ജാഗ്രത കുറവുണ്ടായത്. അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ അതിപ്രധാന ചവിട്ടുപടിയായ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ജനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ജാഗ്രത കുറവ് ജനം തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വലിയ വിജയമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. KV മോഹനൻ 21ാം ചരമവാർഷിക അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഫോക്ലോർ അവാർഡ് ജേതാക്കളായ VV രാമചന്ദ്രൻ, TV രാജേന്ദ്രൻ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ബൂത്ത് പ്രസിഡന്റ് VV ബിജു അധ്യക്ഷത വഹിച്ചു. MP മുരളി, SKP സഖറിയ, നൌഷാദ് വാഴവളപ്പിൽ, രജിത്ത് നാറാത്ത്, K വിജയൻ, TP മുസ്തഫ, KP ശശി, MK ബാലകൃഷ്ണൻ, KV സതീഷ് കുമാർ, P വിനോദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. KSTA പയ്യന്നൂർ ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം IC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷം സംഘടന നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൽ വന്നിട്ടുള്ള അപാകതകൾ പരിശോധിക്കുന്നതിനും മികവാർന്ന പ്രവർത്തനങ്ങളെ കണ്ട് ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു ഊർജ സംഭരണ പ്രവർത്തനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനങ്ങൾ. ബ്രാഞ്ച് പ്രസിഡന്റ് രാജൻ അപ്യാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VP മോഹനൻ, സബ് ജില്ലാ സെക്രട്ടറി P ഭരതൻ, TP അശോകൻ, TV വിനോദ്, രാജീവൻ K, KV നാരായണൻ, ശ്രീജിത്ത് G, സൈനുദ്ദീൻ, CV രാജു, TK പ്രസാദ് എന്നിവർ സംസാരിച്ചു. സമ്മേളനം ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക എന്നത് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സെക്രട്ടറിയായി KV നാരായണനെയും പ്രസിഡന്റായി രാജൻ അപ്യാലിനെയും ട്രഷററായി TV വിജയനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രമുഖ സഹകാരി CP രാമ. പൊരുതുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KSEB-യിലെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഡിവിഷൻ കേന്ദ്രത്തിൽ പ്രകടനം നടത്തി. KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി V നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, തൊഴിലാളികൾ സിന്ദാബാദ്.
KCB ഓഫീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. KCB വർക്കേഴ്സ് അസോസിയേഷൻ CTU സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ കെ, KCBOA ജില്ലാ കമ്മിറ്റി അംഗം വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. അവർക്ക് വീണ്ടും വായിച്ച ബുദ്ധിമുട്ടുകൾ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ അർത്ഥത്തിൽ കർഷകർ നടത്തുന്ന ഈ പോരാട്ടം വൈദ്യുതി മേഖലയിലെ തൊഴിലാളികളുടെയും ഓഫീസർമാരുടെയും നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടം കൂടിയാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് NCCOE നേതൃത്വത്തിൽ ഇന്ന് KCBWA ഡിവിഷൻ സെക്രട്ടറി M രാജേഷ് കുമാർ സ്വാഗതവും KCBWA ഡിവിഷൻ പ്രസിഡന്റ് K മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ KCB ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് CV വിനോദ്, ശ്രീരാജ് KP, ജയചന്ദ്രൻ PV, MV കൃഷ്ണൻ, സുനിൽകുമാർ, ഷാജി K, AV രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രശസ്ത ഹിന്ദി സിനിമാ താരം പ്രിയങ്ക കാങ്കോൽ ശിവക്ഷേത്രത്തിൽ എത്തി. കാങ്കോൽ ശിവക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി കാർത്തിക ദീപം തെളിയിക്കാനാണ് സിനിമാ താരം ശിവക്ഷേത്രത്തിൽ എത്തിയത്. P&G സിനിമാസ് നിർമ്മിക്കുന്ന NK ഭാസ്കരൻ രചനയും പ്രേമാർ നമ്പ്യാർ സംവിധാനവും ചെയ്യുന്ന സ്വപ്നങ്ങൾക്കപ്പുറം എന്ന സിനിമാ ഷൂട്ടിങ്ങിനായാണ് പ്രിയങ്ക പയ്യന്നൂരിലെത്തിയത്. ക്ഷേത്രം ട്രസ്റ്റി V കുഞ്ഞിരാമൻ ഇളയ പൊതുവാൾ, മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PV ഗോപി, G നിത്യാനന്ദ കമ്മത്ത്, PV രാഘവൻ എന്നിവർ ചേർന്ന് താരത്തെ സ്വീകരിച്ചു. Very cultural and traditional thing, so I've come here for the shooting and let's see how much I'll explore. And I love all the tradition and culture of here. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പയ്യന്നൂർ അനാമയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹോദര സ്ഥാപനം AMI ഫാർമ പയ്യന്നൂർ ഫയർ സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ M ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ മരുന്നുകൾക്കും മറ്റ് ആരോഗ്യപ്രദായക ഉൽപ്പന്നങ്ങൾക്കുമായി പയ്യന്നൂർ ഫയർ സ്റ്റേഷനു സമീപം AMI ഫാർമ പ്രവർത്തനം ആരംഭിച്ചു. അനാമയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. മാധവ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ TS, വിനോദ് ചന്ദ്രൻ, രമേശൻ K, നിലീന സുധാകരൻ, ഡോക്ടർ V വിശ്വൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും വിജയമാവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ LDF. വികസന മുരടിപ്പുകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ. വികസനങ്ങളുടെ പട്ടികയുമായി BJP ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ നട്ടലില്ലാത്ത പാർട്ടിയായി CPM അധപതിച്ചുവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ചരിത്ര വിജയം നേടുമെന്നും KPCC വൈസ് പ്രസിഡന്റ് T. സിദ്ദീഖ്. കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് കോടികളുടെ അഴിമതി നടത്തിയ പിണറായി സർക്കാർ നിയമം കയ്യിലെടുക്കുകയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. ഉപ്പുനഞ്ചുള്ള വെള്ളം കുടിച്ച് കൗവായി മഞ്ചക്കടവ് നിവാസികൾ. കൗവായി കായലിൽ നിന്നും ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച മഞ്ചക്കടവ് അണക്കെട്ട് കാലപ്പഴക്കത്താൽ നശിച്ച നിലയിൽ. കൃഷിയടക്കം നിർത്തിവെച്ച് കർഷകർ പ്രതിഷേധത്തിൽ. കാലവർഷത്തിൽ തകർന്ന പയ്യന്നൂർ മണ്ഡലത്തിലെ 20 റോഡുകൾ നവീകരിക്കുന്നതിന് 10 ലക്ഷം രൂപ വീതം 2 കോടി രൂപയുടെ ഭരണാനുമതി. പരാതിക്കിടയാക്കിയ കാര്യം പരിഹരിക്കാതെ പരിഹരിച്ചുവെന്ന് പരാതിക്കാരന് ദേശീയപാത വിഭാഗത്തിന്റെ മറുപടി. സംഭവം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രവേശന കവാടവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ കേരള കാർഷിക സർവകലാശാലയുടെ പുതിയ പൗർണമി നെൽവിത്ത് ജില്ലയിൽ കൃഷിയിറക്കി. ആധുനിക അൾട്രാ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഫിൽട്രേഷൻ സാങ്കേതിക വിദ്യ നടപ്പാക്കി നിവേദ്യം ഗ്രൂപ്പിന്റെ പാക്ഡ് ഡ്രിങ്കിംഗ് നിർമ്മാണ യൂണിറ്റ് ചൂരലിൽ പ്രവർത്തനം ആരംഭിച്ചു. വാർത്താനേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.